കോട്ടയത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പരാജയത്തിന് പിന്നാലെ കടന്നാക്രമിച്ച് ജോസഫ് വിഭാഗവും കോൺഗ്രസും മാണി വിഭാഗവും സിപിഎമ്മുകാരും യുഡിഎഫിന് വോട്ട് ചെയ്തുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. മാണി ശക്തി കേന്ദ്രങ്ങൾ യുഡിഎഫ് പിടിച്ചെടുത്തതോടെയാണ് തിരുവഞ്ചൂരിന്റെ പരാമർശം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം കോട്ടയത്ത് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ നേടിയത് 3,14,787 വോട്ടാണ്. ഇത്തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണിയിലെത്തിയിട്ടും നേടാനായത് 2,77,365 വോട്ട് മാത്രം. അതായത് ഇത്തവണ 37,000-ലധികം വോട്ടുകൾ ഇടതുമുന്നണിക്ക് കുറഞ്ഞു. പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരവും മുന്നണി വിപുലീകരണവും കാരണം സിപിഎം വോട്ടുകൾ പോലും യുഡിഎഫിലേക്ക് എത്തിച്ചുവെന്നാണ് യുഡിഎഫ് വിലയിരുത്തൽ. മാണി ഗ്രൂപ്പ് വോട്ടുകളും യുഡിഎഫിന് ലഭിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് സിപിഎമ്മിന്റെ ഈ ക്രമീകരണത്തോട് യോജിപ്പില്ലാത്ത, ഈ ഗവൺമെന്റിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ യഥാർത്ഥത്തിൽ ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാതെ പോയി, അതല്ലെന്ന് വരികിൽ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അത് നിശബ്ദമായ ഒരു വിപ്ലവമായിരുന്നു. പരസ്യമായിട്ട് അവർ പറയില്ല, പക്ഷേ രഹസ്യമായിട്ട് അവർ വന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിന് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFന്റെ ഭാഗമായതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരള കോൺഗ്രസിനെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. മാണി വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായ കടുത്തുരുത്തി, പാലാ മണ്ഡലങ്ങൾ UDFനെ ഇത്തവണ പിന്തുണച്ചു. അഭിമാനമായ 2 ചിഹ്നം പോലും LDFന് അനുകൂലമായ സമയത്തായിരുന്നു ഈ മോശം പ്രകടനം. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു എന്ന് മാത്രമല്ല, 11 പഞ്ചായത്താണ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലുള്ളത്. അതിൽ ഒരു പഞ്ചായത്ത് ഒഴികെ 10 പഞ്ചായത്തിലും UDF ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു അഭിമാനകരമായ വിജയം കടുത്തുരുത്തിൽ നിന്ന് ഉൾപ്പെടെ കൊടുക്കാൻ കഴിഞ്ഞു. പാലായിൽ അതിനെ തിളക്കമാകുന്ന നല്ല ഭൂരിപക്ഷം, പാലായിൽ 16,000 വോട്ടിന്റെ ഭൂരിപക്ഷം, ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ 27,280 വോട്ടിന്റെ ഭൂരിപക്ഷം. BJPക്കെതിരായ വോട്ടുകൾ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് കോൺഗ്രസിന് അനുകൂലമായതാണ് തോൽവിക്ക് കാരണമെന്ന് കേരള കോൺഗ്രസിന്റെ മറുപടി. പക്ഷേ തുടർച്ചയായ തിരിച്ചടികൾ മാണി വിഭാഗത്തെ ഒന്നാകെ ഉലച്ചിട്ടുണ്ട്. ഇടതുമുന്നണിക്കകത്തെ മാണി വിഭാഗത്തിന്റെ സ്വാധീനത്തെയും ഇത് കാര്യമായി ബാധിക്കും. ജനം, കോട്ടയം.